ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിലോ കിച്ചൺ. ഫിലോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി വെർജിൻ മൊജീറ്റോൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ റെസ്റ്റോറൻറ്റ് ടൈപ്പിലും സ്റ്റൈലിലും അതേ ടേസ്റ്റിലും എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത്. അതിന് ഞാനിവിടെ ഒരു ഇൻഗ്രീഡിയൻസ് അധികം ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അതും കൂടെ ചെയ്താൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റിൽ എങ്ങനെ നമുക്ക് വെർജിൻ മൊജീറ്റോ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യം വേണ്ടത് ഷുഗറാണ്. ഷുഗർ തന്നെയാണ്. അതിൽ നമ്മൾ പൗഡേർഡ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ സോഡ എടുക്കുന്നത് കൊണ്ട് അത് അലിഞ്ഞ് കിട്ടാൻ പണിയാണ്. അപ്പോൾ അലിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ സോഡയുടെ ഗ്യാസൊക്കെ പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള പോളോ ആണ്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇത് മസ്റ്റായിട്ട് നമുക്ക് വേണ്ട സാധനമാണ്. അതുകൊണ്ട് ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത്. അത് നമ്മൾ ഷുഗർ ചെയ്ത പോലെ തന്നെ പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ അതും തന്നെ നമുക്ക് അതിൽ അലിഞ്ഞ് ചേരുമ്പോഴേക്കും നമ്മുടെ സോഡയുടെ ഗ്യാസ് മുഴുവൻ തീർന്നു പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോളോയും അതേപോലെ തന്നെ നമ്മൾ പൗഡേർഡായിട്ട് നമ്മൾ എടുക്കണം. ഇതിലേക്ക് നമുക്ക് ലൈം ജ്യൂസും കൂടെ ആവശ്യമാണ്. അതിനുശേഷം നമ്മളൊരു ഗ്ലാസ് എടുത്തതിന് ശേഷം ഇത് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗറും പോളോൻ്റെ നമ്മൾ ആ പൊടിച്ച് വെച്ചതും അങ്ങനെ ലൈം ജ്യൂസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പോളോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പോളോ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഷുഗർ പൗഡേർഡ് ഷുഗറാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. പൗഡേർഡ് ഷുഗർ നല്ല അത്യാവശ്യത്തിന് നല്ല മധുരത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മധുരം ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ലൈം ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ സോഡയിൽ ഷുഗർ ഇല്ലാത്തത് കാരണത്താൽ തന്നെ നമുക്ക് ഇത് തന്നെ ആഡ് ചെയ്യണം. നന്നായിട്ട് ഷുഗർ ആഡ് ചെയ്യണം. നമുക്ക് ഷുഗർ കുറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു കാണാൻ ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നാരങ്ങയുടെ പീസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം മിൻറ്റ് ലീഫും ഇട്ട് കൊടുക്കാം. അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. മിൻറ്റ് ലീഫിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ കാണാനൊരു സ്റ്റൈലും ഉണ്ടാകും. അതിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് മിൻറ്റ് ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റും കൂടെയാണ് കേട്ടോ മിൻറ്റ് ലീഫ്. അത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ നമ്മൾ വിട്ടുപോയൊരു സാധനമുണ്ട്. നമ്മളൊരു ക്ലബ് സോഡയും കൂടെ ആവശ്യമാണ്. നമുക്കിനി ഇതിലേക്ക് ക്ലബ് സോഡയും ഐസ് ക്യൂബ്സും കൂടെ ആവശ്യമാണ്. അതിൻ്റെ ഒരു കൂളിംഗ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും അല്ലെങ്കിൽ ഫ്രീസറിൽ നിന്നും ഇറക്കി വെച്ചിട്ടുള്ളത്. നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് വിസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അധികം നമ്മൾ പ്രസ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ ഇതിൽ നാരങ്ങയുടെ പീസസ് ഇട്ടത് കൊണ്ട് അതിൻ്റെ തൊലി ഒരു കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഐസ് ക്യൂബ്സും ആഡ് ചെയ്ത് കൊടുക്കുക. ഐസ് ക്യൂബ്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അധികം ആഡ് ചെയ്യരുത്. നമ്മുടെ നമുക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ അല്പം അധികം ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിതിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ക്ലബ് സോഡ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്ലബ് സോഡ ഒഴിച്ചു കൊടുക്കാം. ക്ലബ് സോഡ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പൂൺ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെ വെർജിൻ മൊജീറ്റോ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റിയാണ്, യമ്മിയാണ്. പിന്നെ നമ്മളെ റെസ്റ്റോറൻറ്റ് ടൈപ്പിലും സ്റ്റൈലിലും തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമ്മളെ പോളൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് അതിൻ്റെ ആ കറക്റ്റ് ഫിഗർ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിൻറ്റ് ലീഫൊക്കെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
ഒരു ഗാർണിഷിന് വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ല ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാ ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാവർക്കും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, എമ്മിയാണ്. നമ്മുടെ വല്ല ഫങ്ഷൻസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വയറൊക്കെ ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡ്രിങ്ക് ഉപയോഗിക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻഷാ അള്ളാ ഇനി നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.